ഗോയിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട്സ് ആൻഡ് ഇന്നത്തെ ദിവസവും ഇതേപോലെ ഒരു ഗ്രൗണ്ടിനെ പറ്റി കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളുണ്ട് എന്റെ കൂടെ. ഹലോ അഞ്ജലി, എന്റെ ഒരു സഹദ്. ഞാൻ കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണ്. കോഴിക്കോടുള്ള പല പല ഗ്രൗണ്ടുകളുടെ കഥയുടെ പുറകെ പോയ സമയത്ത് ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫീഡിൽ ഇങ്ങനത്തെ പല ഗ്രൗണ്ടുകളാണ്. അങ്ങനെയാണ് ഞാൻ സഹദിനെ പരിചയപ്പെട്ടത് കേട്ടോ. അപ്പൊ എവിടെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്? ഇതുള്ളത് ബേപ്പൂരാണ്. ബേപ്പൂര് പഴയ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ പണ്ട് നമ്മളെ കാക്കമാരൊക്കെ കളിച്ചിരുന്ന ഗ്രൗണ്ടായിരുന്നു. പിന്നെ അത് നമ്മള് വൃത്തിയാക്കി നമ്മള് കളിച്ച്, പിന്നെ ഇപ്പൊ അതിന് ശേഷം ഇപ്പൊ നമുക്ക് ശേഷമുള്ള പിള്ളേര് വൃത്തിയാക്കിയിട്ട് അവര് കളിക്കുന്നു. ജനറേഷൻ ആയിട്ട് കൈമാറുന്ന ഒരു ഗ്രൗണ്ട് ആണല്ലോ അതെ അതെ. ജോഷ് ജാങ്ഷനില്. ഇറ്റ്സ് മീ അഞ്ജലി ആൻഡ് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സഹദാണ് കേട്ടോ. അപ്പൊ ആളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു നമ്മുടെ ഗ്രൗണ്ട് സ്റ്റോറീസ്. ബേപ്പൂരുള്ള ഈ തെങ്ങുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഗ്രൗണ്ടിനെ പറ്റി ചോദിച്ചു. IPL സമയമൊക്കെ ആയതുകൊണ്ട് ക്രിക്കറ്റ് ആണ് ഇപ്പൊ. അപ്പൊ എന്ത് സ്പോർട്സ് സീരീസ് ആണോ കറന്റ്ലി പൊക്കോണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് ഗ്രൗണ്ടിന്റെ മോഡ് മാറും അല്ലേ? പണ്ട് നമ്മള് കളിച്ച സമയത്തും IPL വരുന്ന സമയത്താകുമ്പോൾ നമ്മള് ക്രിക്കറ്റും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. പിന്നെ വേൾഡ് കപ്പ് വരുന്ന സമയത്ത് നമ്മള് ഫുട്ബോളും അതിലേക്ക് പോകും. ഇപ്പൊ ഉള്ള പിള്ളേരും ഇപ്പൊ അവിടെ കളിക്കുന്ന ഗ്രൗണ്ടിൽ കളിക്കുന്ന പിള്ളേരും അങ്ങനെ തന്നെ. ഓരിപ്പോ ഇതുവരെ ഫുട്ബോളും ഒക്കെ ആയിട്ട് കളിച്ച് ഇപ്പൊ IPL ഫീവർ ഒരു സമയത്ത് ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ ആയിട്ട് ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞാല് ഫിഫ വേൾഡ് കപ്പ് ആയി. അപ്പൊ ഇനിയിപ്പോ ഫുട്ബോളിലേക്ക് മാറും. അത് അടിപൊളി. ശരിക്കും ആ ഗ്രൗണ്ടിന്റെ പിക്ചർ കണ്ട സമയത്ത് അല്ലെങ്കിൽ വീഡിയോ കണ്ട സമയത്ത് തന്നെ നടുവിലൊക്കെ ഒരുപാട് തെങ്ങും കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും നമ്മള് നാട്ടിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 6 അടിക്കുന്ന സമയത്ത് തെങ്ങിൽ തട്ടി വേറെ എവിടെയെങ്കിലും പോകും. അങ്ങനത്തെ കുറെ ഡിഫറെന്റ് റൂൾസ് ഉണ്ടാവില്ലേ? ആരാണോ ദൂരെ അടിക്കുന്നത് അവർ ഔട്ട്, അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള റൂൾസ് ഒക്കെ ഉണ്ടോ? ക്രിക്കറ്റ് കളിക്കുമ്പോൾ 6 അടിക്കുകയാണെങ്കിൽ ഒരു തെങ്ങിൽ തട്ടിയിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിട്ട് മാറും. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കളിക്കും. അതിന്റെ ഇടയിലൊക്കെ നമ്മളും കളിക്കും അല്ലേ? ഏതെങ്കിലും ഒരു മരത്തിൽ തട്ടിയാല് ടിക്ക്, അപ്പുറത്തെ വീട്ടിലേക്ക് പൊന്തിപ്പോയാല് ഔട്ട്. പിന്നെ ICCക്ക് പോലും ഇല്ലാത്ത പല നിയമങ്ങളായിരിക്കും കണ്ടം ക്രിക്കറ്റിൽ. അതാണ് ICC പോലും ഞെട്ടിപ്പോവും. ഈ റൂളിനെ പറ്റിയൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ഇതല്ലടാ ക്രിക്കറ്റ്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ICC വേറെ, ഇത് കണ്ടം ക്രിക്കറ്റ് വേറെ.